അനീഷിന് അനുമോളോട് തോന്നിയ പ്രണയമായിരുന്നു ആദ്യത്തെ പാട്ട് മുൻഷി ചോദ്യം ചെയ്തതെങ്കിൽ രണ്ടാമത്തെ പാട്ടിലേക്ക് മുൻഷി വീണ്ടും കടന്നിരിക്കുകയാണ്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ബിഗ് ബോസ് ഹൗസിലെ തുറന്ന പുസ്തകമാണോ എന്നതായിരുന്നു രണ്ടാമത്തെ പാർട്ട്. ഞാൻ കരുതി ഇത് ഇന്നത്തെ ദിവസം മുഴുവൻ മുൻഷി പുറത്തു നിന്ന് ഈ പറയുന്ന അനീഷിനോട് ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും, ഷാനവാസ് ഇങ്ങനെ സാക്ഷിയായിട്ട് നിൽക്കും എന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും അവസാനം അങ്ങനെ മുൻഷി അകത്തേക്ക് കയറി. അപ്പോൾ എന്താണ് അടുത്ത ലൈവിൽ നടന്ന വിശേഷം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ മുൻഷി അവസാനിപ്പിക്കുന്നില്ല. ഈ അനീഷ് ഓരോ ചോദ്യത്തിനും ഈ എന്താ പറയാ ഉരുളക്ക് ഉപ്പേരി എന്ന് പറഞ്ഞിട്ട് അനീഷ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അനീഷ് അവിടെ ഇയാൾ വന്ന ഗസ്റ്റ് ആണെന്നൊന്നും ആദ്യം പരിഗണിച്ചു കേട്ടോ. പരിഗണിച്ചാണ് സംസാരിച്ച് അനീഷ് തുടങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് അനീഷിന് റെസ്പെക്ട് തോന്നി. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ ആ പറഞ്ഞ ഗെയിം സ്ട്രാറ്റജിയിലൊക്കെ ആയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ തുടങ്ങിയത്. ഞാൻ ഓൾവേസ് പറയാറുണ്ട്, ഈ സീസൺ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും നന്നായിട്ട് ആദ്യം കോണ്ടന്റിന് തിരികൊളുത്തിയത് അത് അനീഷാണ്. നമ്മൾ ഈ ബിഗ് ബോസ് ഷോ കാണുന്നത് ഇപ്പം സരിക ഇന്ന് പറയുന്നുണ്ട്, അതായത് നമ്മളിങ്ങനെ ഇത്രയും ക്യാമറകൾ നമ്മളെ ഫോക്കസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചത് കൊണ്ടോ കളിച്ചും ചിരിച്ചും ഇരുന്നത് കൊണ്ടോ കാര്യമൊന്നുമില്ല. ഒരു വിഷയം നടക്കണം, ഒരു കോണ്ടന്റ് അവിടെ ക്രിയേറ്റഡ് ആകണം. അവിടെ അനുമോള് സരികയെടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ, ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനാവുന്ന ചേച്ചി പ്രശ്നം, ഞാനാണ് കാരണക്കാരിയാകുന്നത് എന്ന് പറയുമ്പോഴും സരിക പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നല്ലയല്ലേ, ഈ ഷോയ്ക്ക് അത് നല്ലയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് ഷോയ്ക്ക് നല്ലതാണ്, പക്ഷെ എനിക്ക് നല്ലതല്ലല്ലോ എന്ന് പറയുന്ന ഒരു സീൻ കേട്ടപ്പോൾ പോലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ബിഗ് ബോസ് ഷോയെ ഞാൻ റിവ്യൂ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് അക്കോർഡിംഗ് ടു സീരിയൽ ഗ്രാൻഡ്മ, അക്കോർഡിംഗ് ടു സഫാന, എനിക്ക് ഈ ബിഗ് ബോസ് ഷോയിൽ ഇപ്പം അനുമോളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എഴുതി തരാൻ വേണ്ടിയിട്ടല്ല, പകരം ബിഗ് ബോസ് ഷോയിൽ ഇന്ന വ്യക്തി മത്സരിച്ചത് ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നതിനകത്താണ് ഒരു ഗ്രേറ്റ്നെസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മുൻഷി വന്നിട്ട് കുറെ അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യാണ് അനീഷിന്, വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാണ്. നിങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാരണം ഇവിടെ സങ്കടപ്പെട്ട വിഷമിച്ച ആൾക്കാരില്ലേ, അങ്ങനെ ഒരുപാട് പേരില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട്, അങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ എന്തായാലും അങ്ങനെ ഇല്ല, ഇവിടെ എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ വീണ്ടും മുൻഷി എടുത്തു പറയാണ്, അത് അനീഷിന്റെ അഭിപ്രായമല്ലേ, അനീഷ് കാരണം ഇവിടെ എത്ര പേര് ബുദ്ധിമുട്ടി, എത്ര പേര് കഷ്ടപ്പെട്ടു, എത്ര പേര് കരഞ്ഞു എന്ന് കിടന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതലും ഈ ഹൗസിനകത്തുള്ളവർ ഏറ്റവും കൂടുതലും നോമിനേറ്റ് ചെയ്തത് പോലും അനീഷിനെ അല്ല, ഏറ്റവും കുറച്ചു പേർ മാത്രം നോമിനേറ്റ് ചെയ്ത വ്യക്തിയാണ് അനീഷ്. ഏറ്റവും കൂടുതൽ പേർ നോമിനേറ്റ് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്? അനുമോളും നെവിനും. ഏറ്റവും കുറച്ച് പേർ മാത്രം നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ്. എന്തുകൊണ്ടാണ്? അവർക്കാർക്കും അനീഷിനെ വലിയ പ്രശ്നക്കാരനായിട്ട് തോന്നിയില്ല. ആദ്യം എല്ലാവരും അനീഷിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അനീഷ് ഒരു സ്ട്രാറ്റജി ഒക്കെ ഇട്ടു. പക്ഷെ പതിയെ പതിയെ അനീഷിന്റെ സ്ട്രാറ്റജീസ് ഒന്നും അതൊക്കെ അവിടെ സ്ലോ ആയി അനീഷായി തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇല്ലെന്ന് പറയാനും കഴിയത്തില്ല. പിന്നെ ഓരോ സിറ്റുവേഷനിലും അനീഷ് പ്രൊവോക്കിംഗ് ആകാറുണ്ട്. പക്ഷേ എത്രയെത്ര ടോപ്പിക്കുകൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നപ്പോൾ അതിലൊന്നും ഒപ്പീനിയൻ പറയാതെ ഒരു വലിയ പ്രശ്നം അവിടെ നടക്കുമ്പോൾ, കിച്ചണിലായിക്കോട്ടെ അല്ലെങ്കിൽ ഷാനവാസിന്റെ ഇടയിൽ പോലും പല പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അനീഷ് അവിടെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കെട്ടി നടക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിച്ച ഒരു ഹൗസ് കൂടിയാണ് ബിഗ് ബോസ് സീസൺ 7. ഈ ജിസയിലും അനുമോളും തമ്മിൽ അടിയുണ്ടാക്കിയ സമയത്ത് പോലും അനീഷിന്റെ ഒപ്പീനിയൻ എവിടെയായിരുന്നു? അനീഷ് ഒപ്പീനിയൻ പറഞ്ഞിട്ടില്ല. അനീഷിന് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കും, അനീഷിന് വേണ്ട കാര്യങ്ങളിൽ മാത്രം ഒപ്പീനിയൻ പറയും. അനീഷിന് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളിൽ മാത്രമേ അനീഷ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് അയാളുടെ ക്യാരക്ടർ ആയിരുന്നിരിക്കണം. അല്ലാതെ അയാൾ അതിനകത്ത് സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലായിടത്തും പോയി പിടിക്കണ്ടേ, എല്ലാ പ്രശ്നങ്ങളിലും ഇയാൾ പോയി തലയിടണ്ടേ? അത് അനീഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ക്വാളിറ്റി പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ മുൻഷി വീണ്ടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ അനീഷ് തിരിച്ചു പറയുന്നുണ്ട്, തുറന്ന പുസ്തകത്തിന് അനീഷ് പറയുന്ന മറ്റൊരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫി ശരിക്കും പറഞ്ഞാൽ മുൻഷിക്ക് കൊള്ളുന്നുണ്ട്. പക്ഷെ മുൻഷി അപ്പോഴത്തേക്കും അതിനെ അങ്ങ് ഡൈവേർട്ട് ചെയ്യാണ്. അനീഷ് പറഞ്ഞ ഫിലോസഫി ഇതാണ്, അത് എനിക്കും പോസിറ്റീവായിട്ടാണ് തോന്നിയത്. മുൻഷിയും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സംഭവം ഇതാണ്, ഭയം ഇത് നമ്മുടെ ലൈഫിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. അതുപോലെ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ജീവിക്കണം. അതിനെ നമ്മൾ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. നമ്മൾ ഈ ഒരു നിമിഷം, ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം എൻ്റെ മനസ്സിൽ വേറെ പല കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു ലൈവായിട്ടുള്ള ഈ ഒരു മൊമെന്റിൽ എനിക്ക് നിങ്ങളുടെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന റിവ്യൂ പലപ്പോഴും ഒരു നോട്ട് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രോംപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കലി ക്വിക്കായിട്ട് എൻ്റെ തലയിൽ വരണം.
അത് എവിടുന്ന് എങ്ങനെ കേട്ടാലും ശരി എനിക്ക് ക്വിക്കായിട്ട് വരണം. അങ്ങനെ വേണമെങ്കിൽ എനിക്കൊരു മൈൻഡ്ഫുൾനെസ് ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ചാണ് അനീഷ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കൊരു ഭയമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ റിവ്യൂ ചെയ്യും, മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യും എന്നൊരു പേടിയുണ്ട് എങ്കിൽ നമുക്കൊരിക്കലും നമ്മളായിട്ട് അവിടെ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ആ മൈൻഡ്ഫുൾനെസ് കിട്ടത്തില്ല. അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ ആ ഒരു തോട്ട് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അതവിടെ അനീഷ് വളരെ വ്യക്തമായിട്ട് മുൻഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം മുൻഷിയെ സംബന്ധിച്ചിടത്തോളം മുൻഷി ഉൾപ്പെടെ പലരും ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് സെലിബ്രിറ്റി ആയിട്ടാണ്. അവർക്ക് പുറത്ത് നെഗറ്റീവ് ആകുമോ എന്നുള്ള പേടിയുണ്ട്. പക്ഷെ അനീഷിന് ആ പേടിയില്ല. അത് മാത്രമല്ല, അനീഷ് ഒരു സെൽഫ് കോൺഫിഡന്റ് ഉള്ള, സെൽഫ് ലവ് ഉള്ള ഒരാളായിട്ടാണ് അവിടെ വന്ന് ഓൾറെഡി പ്രസന്റ് ചെയ്തത്. തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ എന്ന് പറഞ്ഞിട്ട് താൻ അങ്ങനെ എല്ലാവരെയും എടുക്കില്ല, ഒരു കൈ അകലത്തിൽ നിന്നാൽ മതി എല്ലാവരും, വളരെ ജെന്യുവനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, അനീഷിന് അറിയാം താൻ സെൽഫായിട്ടൊരു നല്ല മനുഷ്യനാണ്, തന്റെ നന്മകൾ തന്നെ നാട്ടുകാർ കാണും, അവരൊരിക്കലും തന്നെ ഓവറായിട്ട് മോശമായിട്ട് ബുള്ളി ചെയ്യില്ല, അങ്ങനെ ചെയ്യുന്നൊരു ക്യാരക്ടറോ അങ്ങനെ ചെയ്യുന്നൊരു സ്വഭാവമോ തനിക്ക് എടുക്കേണ്ടി വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നിരിക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അങ്ങനെ നിൽക്കാൻ, ഒതുങ്ങാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി എടുത്തെന്നോ ചിലപ്പോൾ അതൊരു സ്ട്രാറ്റജി അല്ലെന്നോ പറയാൻ കഴിയത്തില്ല. ഏതായാലും ഭയം എന്നുള്ളത് അനീഷിന് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു സിറ്റുവേഷനിൽ, അപ്പം ഇത് പറയുമ്പോൾ തന്നെ മുൻഷി ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി അല്ലല്ലോ, അനീഷ് പറഞ്ഞ ഭയം അതൊക്കെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ മുൻഷി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. അതായത് തുറന്ന പുസ്തകമാകുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു മറുപടിയായിട്ട് അനീഷ് ഇത് പറയുന്നുണ്ട്. എഗെയിൻ മുൻഷി പ്രൊവോക്ക് ചെയ്യാൻ പറയുന്ന ഒരു കാര്യം, ഒരു മനുഷ്യനും ഒരു തുറന്ന പുസ്തകമാകാൻ സാധിക്കത്തില്ല. എസ്പെഷ്യലി ബിഗ് ബോസ് ഹൗസിൽ, അതുപോലെ തന്നെ പഴയ സീസണിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ചോദിച്ചാൽ പോലും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും തുറന്ന പുസ്തകമായിട്ടില്ല, അവരാരുമായിട്ടില്ല എന്നാണല്ലോ എന്ന്. അപ്പോൾ ഇതിൽ ഏത് തുറന്ന പുസ്തകമാണെന്നും മുൻഷി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എല്ലാം കൂടെ ചേർന്ന ഒരു തുറന്ന പുസ്തകം എന്ന്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം അനീഷ് ഷാനവാസിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന കാര്യത്തിലാണ് അനീഷ് അക്ബറിനോട് ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒരു വ്യക്തിയെടുത്തുള്ള കംഫർട്ട് സോൺ ആയിരിക്കത്തില്ല മറ്റൊരു വ്യക്തിയെടുത്ത്, അവരെടുത്ത് അന്നേരം പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകും. അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ തന്നെ ക്യാരക്ടറാണ്. അത് നമ്മുടെ ക്യാരക്ടർ അല്ലെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമുക്ക് സെൽഫായിട്ട് തോന്നും നമ്മളൊരു ഇൻട്രോവേർട്ട് ആണ്. കാരണം എന്താ, അത്ര ഓക്കെ അല്ലാത്ത, അത്രയ്ക്ക് കംഫർട്ട് സോൺ അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്, ഞാൻ സെലക്റ്റീവ്ലി ഇൻട്രോവേർട്ടാണ് എന്നൊക്കെ നമ്മൾ തന്നെ സെൽഫായിട്ട് പറയും. പക്ഷെ നമുക്ക് ജോളി ആയിട്ട് നിൽക്കാൻ പറ്റുന്നിടത്ത് നമ്മൾ ഭയങ്കര അടിച്ചു പൊളിച്ച് സംസാരിക്കുമ്പോൾ എക്സ്ട്രോവേർട്ട് ആണെന്ന് മറ്റുള്ളവർ പറയും. അപ്പം നമ്മളും അങ്ങനെ ആലോചിക്കും, ഞാൻ എല്ലായിടത്തും മിണ്ടുന്നുണ്ടല്ലോ, പക്ഷെ ഞാൻ ഇൻട്രോവേർട്ട് ആണല്ലോ, പക്ഷെ എല്ലാവരും എക്സ്ട്രോവേർട്ടായിട്ട് കൺസിഡർ ചെയ്യില്ലേ എന്ന് ചിന്തിക്കാം. ഇതേപോലെ അനീഷ് ഓരോരുത്തരടുത്ത് മിണ്ടുന്ന ഒരു രീതി ഉണ്ടാവും. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് പലതരത്തിൽ അനീഷ് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിലേക്കാണ് താൻ വരുന്നതെന്നുള്ള എല്ലാ ബോധത്തോടെയും തന്നെയാണ് അനീഷും വന്നത്. അതിനുശേഷം ഒരു ഗെയിം സ്ട്രാറ്റജിയിൽ തന്നെയാണ് അനീഷ് തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം പുള്ളിക്കാരൻ ഈ പറഞ്ഞ പേടി അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ നിന്നു. അതുകൊണ്ട് അനീഷ് ഇന്ന് വരെ നിന്നു. മുൻഷി ആദ്യത്തെ ആഴ്ച തന്നെ ഔട്ടായി. ഇതാണ് സംഭവം. ഏതായാലും അവസാനം ആ ഒരു കോൺവെർസേഷന്റെ അവസാനം മുൻഷി ഇതുവരെ അകത്തോട്ട് കയറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു വന്നൊരു മണിക്കൂറോളം, 1.5 മണിക്കൂറോളം മുൻഷി ഒറ്റ നിൽപ്പ് അനീഷിനെ ഇട്ട് അങ്ങ് ഫയർ ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് അനുമോളെയും പറയുന്നുണ്ട്, അനുമോള് PR അത് പറയുന്നുണ്ടേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം മുൻഷിയേട്ടൻ അകത്തോട്ട് വന്നില്ലല്ലോ എന്ന് ആൾക്കാർ വിളിക്കുമ്പോഴത്തേക്കും ഷാനവാസും ഒക്കെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഷാനവാസിന്റെ ഇടയ്ക്ക് ഒന്നും മിണ്ടുന്നില്ല, ഭയങ്കര ദൃക്സാക്ഷി മാത്രമാണ്. ഷാനവാസിന് അവിടെ ഒന്നും മിണ്ടാൻ, ഞാൻ ആലോചിച്ചത് എന്ത് ഷാനവാസ് ഒന്നും മിണ്ടാത്തത്. ഏതായാലും ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പം അനീഷ് ഉടനെ അകത്തോട്ട് കയറ്, അങ്ങനെ ചൂടാണെന്ന് പറഞ്ഞിട്ട് മുൻഷി അകത്തോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അനീഷിന്റെ കൈ പിടിച്ച് തന്നെ കയറാം. ഏതായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് എല്ലാവരും സഹമത്സരാർത്ഥികളായിട്ട് അങ്ങനെ വന്നിട്ട് ഈ പറയുന്ന അനീഷിന്റെ കൈപിടിച്ച് തന്നെ രണ്ടാമത്തെ ഒരു എൻട്രി ബിഗ് ബോസ് ഹൗസിലേക്ക് മുൻഷിക്ക് നടത്തേണ്ടി വന്നു എന്നുള്ളത് ഒരു ഫണ്ണി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. മുൻഷി തിരിച്ചിറങ്ങിയതിനു ശേഷം ഈ ഒരു സീൻ എന്തായാലും കാണാൻ മുൻഷിയും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ ഈ കാണിച്ച അതേ ഇപ്പൊ ഈ കാണിച്ച ചുറുചുറുക്ക് അന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ അനീഷിന്റെ കൂടെ നിന്ന് മത്സരിക്കാമായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.